പ്രിയപ്പെട്ട പക്ഷേ അയ്യപ്പ സംഗമം ഇന്നലെ കഴിഞ്ഞു. പക്ഷേ അതിലെ രാഷ്ട്രീയ വിവാദങ്ങൾ തീരുന്നില്ല. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്ന് UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ സർക്കാരും CPM-ഉം തള്ളുകയാണ്. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ നിർമ്മിതമാകാം എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം. രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്, അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് 3000 ആളെ പങ്കെടുപ്പിക്കാനാണ്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പോരെ, വേണമെങ്കിൽ AE ഉപയോഗിക്കാം. നിങ്ങൾക്ക് AE ഉപയോഗിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിന് സംശയം. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട്. 4600 ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ മേലെ നിങ്ങൾ 460 ചുരുക്കണം. നിങ്ങൾ കുറച്ച് പണിയെടുക്കണം. ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതല്ല നിങ്ങൾ ഉപയോഗിച്ചോ. പക്ഷേ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ ആ വിമർശകർക്കും എല്ലാം തികഞ്ഞ രാഷ്ട്രീയ ദുഷ്ടലാക്കും അതിനനുസരിച്ചുള്ള പ്രതികരണമാണ് വരുന്നത്. ഇവിടെ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനോ ദേവസ്വം ബോർഡിനോ രാഷ്ട്രീയ ദുഷ്ടലാക്കില്ലെന്ന് മാത്രമല്ല, ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ആത്യന്തികമായ ലക്ഷ്യം മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ അവർ ശ്രമിച്ച് ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ച് അസംബ്ലി വരെ പരിശ്രമിച്ചു, നടന്നില്ല. അപ്പം പിന്നെ അതിൻ്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക. ആ വിഷമങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ പറയല്ലേ, കുശുമ്പിനും അസൂയയ്ക്കും മരുന്നില്ല, കഷണ്ടിക്കൊന്നും മരുന്നില്ല. എന്തായാലും അതൊരു ജർമ്മൻ പന്തലായിരുന്നു, ഒരാളെങ്കിൽ ഉണ്ടാക്കിയ പന്തൽ. അത് 5000 പേർക്ക് ഇരിക്കാവുന്ന വലിയ പന്തലാണ്. അപ്പോൾ ഒഴിഞ്ഞ കസേരകൾ പല സ്റ്റേഷനുകളിലും സമാപന സമ്മേളനങ്ങളും എന്തിന് വിജയ് യേശുദാസിന്റെ ഗാനമേളയ്ക്ക് വരെ കണ്ടതാണ് എന്നാണ് അവിടെ പോയി റിപ്പോർട്ടർമാരൊക്കെ പറയുന്നത്. ഇനി മന്ത്രി VN വാസവനും MV ഗോവിന്ദനൊക്കെ അവകാശപ്പെടും പോലെ തന്നെ 4000-ലധികം ആളുകൾ വന്നു വന്നിരിക്കട്ടെ. അപ്പോഴും 5000 പേർക്ക് ഇരിക്കാനുള്ള പന്തലിൽ കാലിക്കസേരകൾ ഉണ്ടാവില്ലേ? പിന്നെ എന്നൊക്കെ പറയണോ? എന്തായാലും ആ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാനുള്ള കാപട്യം എന്നാണ് നേതാക്കളുടെ പ്രതികരണം. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ നടപടി മാത്രമായിരുന്നു ആഗോള സംഗമം. അയ്യപ്പന് തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കലിയുഗവരതനായ അയ്യപ്പൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന് എത്രമാത്രം ഒരുക്കങ്ങൾ വേണമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ തട്ടിക്കൂട്ടിയ ഒരു സംഗമമാണ് ഇവിടെ കണ്ടത്. ദൃശ്യങ്ങൾ അതിൻ്റെ പരാജയം ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ സംഘടിപ്പിച്ചതാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നുവെന്ന് യഥാർത്ഥ ശബരിമല അയ്യപ്പ വിശ്വാസ സമൂഹം വ്യക്തമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സംഗമത്തോട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള ഇതിനോട് യഥാർത്ഥ വിശ്വാസികൾ ആഭിമുഖ്യം കാണിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞത്. അതിനിടയിലാണ് സ്വർണം കാണാതായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ നിലപാടുകളിൽ സത്യസന്ധതയില്ല, ആത്മാർത്ഥതയില്ല. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാർ സംഘടനകൾ നടത്താൻ പോകുന്ന ശബരിമല സംരക്ഷണ സംഗമം നാളെ പന്തളത്ത് നടക്കാൻ പോകുന്നു. സലിം മാലിക്കും AV ജയശങ്കറും ഏറ്റവും പുതിയ വാർത്തകളുമായി ചേരുന്നുണ്ട്. ആദ്യം സലിമിലേക്കും. സലിം, എന്തൊക്കെ ശബരിമല വികസനം എന്നൊക്കെ പറഞ്ഞാലും പരിഹാരം കഴിക്കുന്ന ആർക്ക് മനസ്സിലാകും അതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോൾ അയ്യപ്പ സംഗമമാവട്ടെ, നാളെ നടക്കാൻ പോകുന്ന സംഗമമാവട്ടെ, എല്ലാം ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട്. അതിലെ രാഷ്ട്രീയ ചർച്ചകൾ എങ്ങനെയാണ്? ഇന്നലെ സംഗമത്തിൽ രാഷ്ട്രീയ വിജയം അക്കംപ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് LDF-ഉം CPM വിലയിരുത്തുന്നുണ്ടോ? എന്താണ് UDF ക്യാമ്പിന്റെ പ്രതികരണം? സലിം. ഹാഷ്മി, ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ സ്വാഭാവികമായും വിലയിരുത്തപ്പെട്ടതാണ് അത് നടന്നു കഴിഞ്ഞാലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ. ആ പ്രതീക്ഷ അതല്ലെങ്കിൽ ആ ചിന്ത തെറ്റിയില്ല. ആ നിലയിൽ തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ, അതിനോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം അവസാനിച്ചെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ നിലയിൽ അവകാശവാദങ്ങളുമായി വിവിധ മുന്നണികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം പൂർണ്ണ പരാജയം എന്നുള്ളതാണ് UDF-ന്റെയും KPCC-യുടെയും വാദം. ആ നിലയിലൊരു വിലയിരുത്തലുമാണ് അവർ പാർട്ടിക്കുള്ളിലും പുറത്തും നടത്തുന്നത്. പ്രത്യേകിച്ചും ഈ ഒഴിഞ്ഞ കസേര ചിത്രങ്ങൾ പരമാവധി സമൂഹമാധ്യമങ്ങളിലൂടെ ഇതിനോടകം തന്നെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. അതിന് പിന്നാലെ ആ ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാണിച്ച അയ്യപ്പ സംഗമം പൂർണ്ണ പരാജയമാണെന്നും ആത്മാർത്ഥതയില്ലാതെ സർക്കാർ നടത്തിയ തട്ടിക്കൂട്ട് സംഗമമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് വാദിക്കുന്നത്. BJP-യും ഏറെക്കുറെ അതേ നിലയിലാണ് വാദിക്കുന്നതെങ്കിൽ പോലും BJP-യെ പ്രതിരോധത്തിലാക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശമാണ്. സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും ബഹിഷ്കരിച്ച ഒരു പരിപാടി. അതിന് ഇന്ത്യയിലെ തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു BJP-യുടെ നേതാവ്, ഒരു മുഖ്യമന്ത്രി ഉത്തർപ്രദേശ്
ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ ആശംസാ സന്ദേശം അറിയിക്കുകയും അത് ആ വേദിയിൽ വായിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ അത് അണികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രയാസം. ആ നിലയിൽ BJPക്ക് ആ ഒരു ആശങ്ക നിലവിലുണ്ട് താനും. അതിനിടയിൽ CPIMന്റെ വിലയിരുത്തൽ ആ നില അയ്യപ്പ സംഗമം വിചാരിച്ചത്ര വിജയിച്ചിട്ടുണ്ടോ എന്നതിൽ നിലവിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ പരസ്യമായി ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയം എന്നുള്ള നിലയിലാണ് അവരുടെ പ്രതികരണം. പ്രത്യേകിച്ചും ഈ ഒഴിഞ്ഞ കസേരകൾ AI നിർമ്മിതമാണ് എന്നതുൾപ്പെടെയുള്ളൊരു വിചിത്രവാദം സംസ്ഥാന സെക്രട്ടറി തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും അത് ഏതെങ്കിലും നിലയിൽ AI അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു വാദം ഉയർത്തുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് എന്നറിയില്ല. സർക്കാരിൻ്റെ തന്നെ മറ്റൊരു സാങ്കേതികത്തെ ചൂണ്ടിക്കാണിച്ചുള്ള ഒരു വാദം സംഗമത്തിൽ 4126 പേർ രജിസ്റ്റർ ചെയ്തു എന്ന ദേവസ്വം മന്ത്രി VN വാസവന്റെ പ്രതികരണമാണ്. അത് കണക്കാണ്. ആ കണക്ക് രജിസ്ട്രേഷൻ നടപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കണക്കുകളാണ് ഉദ്ധരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല എല്ലാ സെഷനുകളിലും ആ നിലയിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായും ആ നിലയിൽ പ്രതീക്ഷിച്ച അത്രയും ആൾ വന്നോ അതല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട എല്ലാവരും എത്തിയോ എന്നുള്ളതിൽ ഈ സർക്കാരിനുള്ളിൽ തന്നെ ദേവസ്വം ബോർഡിനുള്ളിൽ തന്നെ സംശയമുണ്ട്. പക്ഷേ വലിയ വിജയം എന്നുള്ള നിലയിലാണ് അവർ ആ വിഷയത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെ അത് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം കൂടി ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു വശത്ത് CPIMും സർക്കാരും അതിനെ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്നുള്ളത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ രീതി തുടങ്ങിയവ ചൂണ്ടിക്കാണിച്ചാണ്. പക്ഷേ അതേ അവസരത്തിൽ തന്നെ മുൻപുള്ള യുവതീ പ്രവേശന സമയത്ത് നിലപാടുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്കാര്യങ്ങൾ വീണ്ടും ചർച്ചയാക്കുക എന്നുള്ളതാണ് UDF ക്യാമ്പ് നിലവിൽ നടത്തുന്ന പദ്ധതി. അങ്ങനെ സജീവമായ ചർച്ചകളിലേക്ക് ആഗോള അയ്യപ്പ സംഗമം അവസാനിച്ചിട്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹാഷ്മി. ഓക്കെ, സലിം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഇന്നലെ നമ്മുടെ എൻകൗണ്ടർ ചർച്ചയിൽ വന്ന ജെക്സി തോമസ് നമ്പർ 1 വർഗീയവാദി എന്നാണ് യോഗി ആദിത്യനാഥിനെ വിളിച്ചത്. CPMനും അതേ നിലപാട് തന്നെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ആ വേദിയിൽ വലിയ പരിഗണനയോടുകൂടി വായിക്കുന്നു. യോഗി ആദിത്യനാഥ് എന്നൊക്കെ വലിയ പ്രൗഡായി മന്ത്രി VN വാസവൻ വായിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കൂടെ കൊണ്ടുവന്ന് അവിടെ ഇറക്കുന്നു. അങ്ങനെയുള്ള പല വിഷയങ്ങൾ രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് 5000 കസേരയിട്ട് പന്തലിൽ ഇനി 4500 പേര് വന്നാലും കുറച്ച് കാലിക്കസേര ബാക്കിയാവുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് എന്ന് പറയണോ? ഒന്നുമല്ല, അതൊക്കെ ഉള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.